രാധേ രാധേ, ഗുഡ് മോർണിംഗ്. എന്നെ ചിലപ്പോൾ ചില അമ്മമാർ വിളിച്ചിട്ട് പറയും, സാറേ എൻ്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല സാറേ, എന്നെ ഒന്ന് വിളിക്കത്തില്ല. ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചാലോ 10 വട്ടം വിളിച്ചാലോ എടുത്തിട്ട് ദേഷ്യത്തോടെ നിങ്ങൾക്ക് എന്താ വേണം, എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. ഞാൻ അവനെ എങ്ങനെയാ വളർത്തിയതെന്ന് അറിയാമോ സാറേ? നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെങ്കിൽ, അതായത് മക്കൾ സാമ്പത്തികമായി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ദുഃഖിച്ചാൽ മതി. അവിടെയും ദുഃഖിക്കേണ്ട, നിയമപരമായ മാർഗമുണ്ട്. നമ്മുടെ നരേന്ദ്രമോദിജി അതിന് പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. മക്കൾക്ക് ജോലി ഉണ്ടെങ്കിൽ അമ്മയെ സംരക്ഷിക്കണം, പരാതി കൊടുത്താൽ ഇല്ലെങ്കിൽ അവർ പിടിച്ചു വാങ്ങിച്ചു തരികയും ചെയ്യും. അതല്ല, നിങ്ങൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, സാമ്പത്തികമായൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ദൈവത്തിന് ഒരുപാട് ഇഷ്ടം തോന്നുമ്പോഴാണ് നിങ്ങളെ നിങ്ങളുടെ മക്കളിൽ നിന്ന് അകറ്റുന്നത്, അല്ലെങ്കിൽ മക്കളെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത്. കാരണം മോക്ഷത്തിലേക്കുള്ള മാർഗത്തിലെ ഏറ്റവും വലിയ തടസ്സമാണ് ഈ മക്കളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒട്ടലുള്ളത് മക്കളോടാണ്, പ്രത്യേകിച്ചും അമ്മമാർക്ക്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മമാര് ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ചു മക്കൾക്ക് വേണ്ടി മരിക്കുകയാണ്. നിശ്ചയമായും അടുത്ത ജന്മവും നിങ്ങൾ അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കൾക്ക് വേണ്ടി മരിക്കുന്നവരായിട്ട് മാറും. നോക്കൂ, ഈ മക്കളോടുള്ള ഒട്ടല്, ഇതിനെയാണ് മായ. മായ എന്ന് പറയുന്നത് പലതുണ്ടെങ്കിലും മായയിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഏറ്റവും ശക്തമായ മായ എന്ന് പറയുന്നത് ഏതാണ്? മക്കളോടുള്ള ഒട്ടലാണ്. നോക്കേ, ശ്രീബുദ്ധൻ പോലും അന്ന് സിദ്ധാർത്ഥനാണ് കൊട്ടാരം വിടുന്നതിന് മുമ്പ് ഏറ്റവും വലിയ വടംവലി നടന്നത് ഏതാണ്? കുഞ്ഞ് യശോദ പ്രസവിച്ച് കിടക്കുകയാണ്. രാഹുലിനെ പിരിയാനുള്ള വിഷമമായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥൻ തന്റെ മനസ്സിനെ കീഴടക്കി ആ മകനോടുള്ള ഒട്ടൽ വിട്ട് ഇറങ്ങിയത് കൊണ്ട് അദ്ദേഹം ഇന്ന് ആരായിട്ട് മാറി? ഗൗതമ ബുദ്ധനായിട്ട് മാറി. അപ്പൊ ബുദ്ധൻ തന്നെ പറഞ്ഞു, മായകളിൽ ഏറ്റവും ശക്തമാണ് മക്കളോടുള്ള ഒട്ടല്. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം തന്നതുകൊണ്ട് മകനെ ദൈവം അങ്ങ് അകറ്റി തന്നു. ആദ്യമൊക്കെ സങ്കടം വരും, പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു മകനുണ്ട്, അത് ഉണ്ണിക്കണ്ണനാണെന്ന് കരുതുക. അങ്ങനെ കരുതിയ ഒരാളുണ്ട്, പൂന്താനം. തൻ്റെ മകൻ മരിച്ചപ്പോൾ പൂന്താനം എന്താ പറഞ്ഞത്? ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അതുകൊണ്ട് പുള്ളിയെ ഉടലോടെ സ്വർഗത്തേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക, മക്കളോടുള്ള ഒട്ടല് കൃഷ്ണൻ മാറ്റി തന്നതാണ്. ഇന്നു തൊട്ട് നിങ്ങളുടെ മകൻ ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മുണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ.